കലോത്സവ നഗരിയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്ന് പി ദിവ്യയെ മാറ്റി. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത്. സൂസൻ കോടിയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി. KS സലീഖയെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പി ദിവ്യയെ ഒഴിവാക്കിയിട്ടുണ്ട്. വിവരങ്ങൾ. തീരുമാനം ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുമാണ് പി ദിവ്യയെ ഒഴിവാക്കിയ തീരുമാനം ഔദ്യോഗികമായി നേതൃത്വം ഇപ്പോൾ അറിയിക്കുന്നത്. മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന പി ദിവ്യ, ഒപ്പം തന്നെ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഈ സമ്മേളനമാണ് ഇത്തരത്തിലൊരു നിർണായക നടപടി സ്വീകരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കുന്നത്. അത് മാത്രമല്ല, അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായി CS സുജാതയെ തെരഞ്ഞെടുത്തു കൊണ്ടാണ് തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. KS സലീഖയാണ് സംസ്ഥാന പ്രസിഡന്റ്. പത്മാവതിയെ ട്രഷററായും തെരഞ്ഞെടുത്തിട്ടുണ്ട്. പി ദിവ്യ ആവശ്യപ്പെട്ട പ്രകാരമാണ് ദിവ്യയെ ഒഴിവാക്കിയതെന്നാണ് ഇപ്പോൾ CS സുജാത മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളൊക്കെ തന്നെ ഇവരുടെ സ്ഥാനചലനത്തിന് ഇടവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ചില വ്യക്തികളെ ആത്മഹത്യയിലേക്കടക്കം തള്ളിവിടുന്ന രീതിയിൽ, അതായത് നവീൻ ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ, സർക്കാർ ജീവനക്കാരനാണ്, അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ ഒരു പൊതുമധ്യത്തിൽ ഒരു പരിപാടിയിൽ അധിക്ഷേപിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും പി ദിവ്യയ്ക്ക് വിമർശനം നേരിടേണ്ട സാഹചര്യവും വരികയും ചെയ്തു. ഇതിന് പിന്നാലെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പി ദിവ്യയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന ചുമതലയിൽ നിന്ന്, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പി ദിവ്യയെ ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നത്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവുമായുള്ള യാത്രയയപ്പ് സമ്മേളനത്തിനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയത്. ഇതിന് പിന്നാലെ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് അന്നു മുതൽ തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ സ്ഥാനമാറ്റം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗിക നേതൃത്വം സ്വമേധയാ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അറിയിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ സ്ഥാനമൊഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ സ്ഥാനത്ത് ഇവരെ തുടരുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പി ദിവ്യയെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒഴിവാക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്ന് പി ദിവ്യയെ മാറ്റി ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത്. വിവരങ്ങൾ നൽകിയത് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന്.